ലൈഫിൽ ഒരു ലിപ്സ്റ്റിക്കിന്റെ കാര്യത്തിൽ എല്ലാ ഗേൾസിനും ഒരു തവണയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവും. ഞാൻ ഫസ്റ്റ് ആയിട്ട് ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ചേരുന്ന വിചാരിച്ച് ഞാൻ മേടിച്ചിരുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു മാർസിന്റെ അല്ല, ലൈക്ക് ഈ ഒരു ന്യൂഡ് ഷെയ്ഡ്. ഏതൊരു ബ്രാൻഡിന്റെ ഈ കളർ ന്യൂഡ് ഷെയ്ഡ്. ഈ ന്യൂഡ് ഷെയ്ഡ് ഇടുമ്പോൾ നമുക്ക് വിചാരിക്കും നമ്മൾ നല്ല ബ്രൈറ്റ് ആവും, സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവും. എന്റെ വിചാരമായിരുന്നത് നല്ല ബ്രൈറ്റ് ആവും, നല്ല ചേരുന്ന ഒരു ഷെയ്ഡ് ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ ഈ ഷെയ്ഡ് ഇടുമ്പോൾ എങ്ങനെ ഉണ്ടാവും വെച്ചാൽ ഇതൊരു മാറ്റ് ആയിട്ടുള്ള ഒരു മാർസിന്റെ ഒരു മാറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് ഇടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര നീടായിരിക്കും. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരു ബ്രൗൺ സ്കിൻ ആയതുകൊണ്ട് എനിക്കിത് ചേരത്തില്ല. ഫെയർ സ്കിന്നുകാർക്കൊക്കെ ഈ ന്യൂഡ് ഷെയ്ഡൊക്കെ ചേരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഇങ്ങനെ ആദ്യമായിട്ട് മേടിച്ച ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. സോ ഇനി ഒരു അവസ്ഥ ഇങ്ങനെ ന്യൂഡ് ഷെയ്ഡ് മേടിക്കുമ്പോൾ കിട്ടാതിരിക്കാനുള്ള ഒരു ലിപ് കോംബോ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്നുള്ളത്. നമ്മളൊരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മളെ ലിപ്പിൽ ലിപ് ബാം ഇടാനായിട്ട് നോക്കുക. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് നോർമലി എല്ലാ ഗേൾസിനും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അറിയാത്തവർക്ക് ബിഗിനേഴ്സിന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു ലിപ് ബാം, ഏതെങ്കിലും ഒരു ലിപ് ബാം നിങ്ങളുടെ കയ്യിലുള്ളത് അതൊന്ന് ജസ്റ്റ് ലിപ്പിലിട്ട് കൊടുക്കാം. ഈ ലിപ്പിലൊന്ന് പിടിക്കാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 5 or 10 minutes വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പൈപ്പ് ഓഫ് ചെയ്ത് കളയാം. ബാക്കിയുള്ളത് എക്സസ് ആയിട്ടുള്ളത് ഇങ്ങനെ ഡാബ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ലിപ് ലൈനറാണ്. ഒരു 80 രൂപ ആ ഒരു റേഞ്ചിലേ വരുള്ളൂ. നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. ഗേൾസിനായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഗേൾസ് യൂസ്ഫുൾ ആവും, നിങ്ങൾ ഇത് മേടിച്ചോളൂ കേട്ടോ. 80 രൂപന്റെ ആണ്. ബോൾഡ് മാറ്റ് ലിപ് ലൈനർ ആണ് സ്വിസ് ബ്യൂട്ടിന്റെ. അത് വെച്ചിട്ട് നമ്മൾ ലിപ്പ് ഒന്ന് നന്നായിട്ട് ലൈൻ ചെയ്യാം. ഞാൻ കാണിച്ചുതരാം. നമ്മൾ ഇവിടെ നിന്ന് ലിപ് ലൈൻ ചെയ്ത് തുടങ്ങാം. ഇച്ചിരി ഒന്ന് കട്ടിയില് ഇവിടെ അതിലൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. നടുവിൽ ഫില്ല് ചെയ്യാൻ പാടില്ല. ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ കട്ടിയിൽ വരച്ചു കുറച്ച് ലൈറ്റായിട്ട് വരച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയെ. ഇങ്ങനെ ഒരു ഔട്ട്ലൈന് നമ്മൾ വരച്ചെടുക്കും. ഈ ന്യൂഡ് ലിപ്സ്റ്റിക്ക് നമ്മൾ ഉള്ളിൽ മാത്രമായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഉള്ളിൽ മാത്രമായിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഫില്ല് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത് കൈ വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്യാം. ഇപ്പൊ കാണാൻ നല്ല വൃത്തിയേടായിട്ടുണ്ട്. ഇത് കൈ വെച്ചിട്ട് കാണുന്ന ഇങ്ങനെ ഒന്ന് കുറച്ച് സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് അതില് ലിപ് ഗ്ലോസും കൂടി ആഡ് ചെയ്യും. മാർസിന്റെ തന്നെ ഒരു ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ഇത് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലിപ് ഗ്ലോസ് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ലിപ് ഗ്ലോസ് ലിപ് ലൈനർ വെച്ച് സെറ്റ് ചെയ്യുന്നതാണോ കുറച്ചുകൂടി ബെറ്റർ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. ഇപ്പൊ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം ഫെയർ സ്കിൻ ടോണിനാണെങ്കിൽ ഓക്കെ ഫൈൻ, ന്യൂഡ് ലിപ്സ്റ്റിക് ചിലപ്പോൾ ചേരും. പക്ഷെ നമ്മൾ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ബ്രൗൺ സ്കിന്ന്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രൗൺ സ്കിന്നുകാർക്ക് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ വാഷ് ഔട്ട് അറിയാതെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നമ്മൾ ചെയ്യാം. ഇനിയും ലിപ് കോമ്പോസ് ചെയ്യാം. ഓക്കെ, ബൈ.